ഹായ് ഗായ്സ്, വെൽക്കം ടു ഒരു ഹാപ്പി ഫാമിലീസ് ന്യൂ വ്ളോഗ്. ഈ വ്ളോഗിൽ ഞങ്ങളുടെ ഹാപ്പി ഫാമിലിയുടെ ഹാപ്പിനെസ് കുറച്ചും കൂടെ കൂടാൻ പോവാണ്. കാരണം വേദുവിന് ഞങ്ങളുടെ ഒരു ഡ്രീം ഗിഫ്റ്റ് ആയിരുന്നു. ഞാൻ ആക്ച്വലി വേദു ജനിച്ചപ്പോൾ തൊട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതല്ലാതെ വേദു വളർന്നു വന്ന് വേദു സമ്മതിക്കില്ല. ഇത് അൺബോക്സിംഗ് ആണ്. എന്തായാലും എന്റെയും പ്രിയയുടെ ഒരു ഹൈഫൈ പ്രിയ, നമ്മളത് സാധിച്ചു. ഇത് ഞങ്ങൾക്കൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പൊ ഇത് വേദുവിന് ഒരുപാട് ഹാപ്പിനെസ്, ഒരു ദിവസത്തേക്കല്ല ഒരുപാട് വർഷത്തേക്ക് ഹാപ്പിനെസ് കൊടുക്കുന്ന നമുക്ക് ഉറപ്പാണ്. വേദുവിന് അത് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ നിങ്ങളെയും കൂടെ ഞങ്ങൾ വിളിക്കുവാണ്. വേദു ഇപ്പോഴും എക്സൈറ്റഡ് ആണ് അൺബോക്സിംഗ്, അല്ലേ വേദു? എന്താന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ വേദു? ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അടിയിൽ കമന്റ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് കമന്റ് ചെയ്യരുത്, ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാം. ഞങ്ങൾ ഇത് മൊത്തം ഫ്യൂമിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേറെ കൊറോണയുടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വേദുവിന് സേഫ് ആയിട്ട് കാർഡ്ബോർഡ് ബോക്സ് തൊടാം. വേദു അകത്ത് കയറണ്ട. അപ്പൊ അകത്ത് കയറി എങ്ങനെ എടുക്കും? ഇത് എനിക്ക് തോന്നുന്നു ഓരോരോ പാർട്സ് ആയിട്ടാണ്. അപ്പൊ അസംബ്ലിംഗ് കാണും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് അസംബ്ലിംഗ് ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സും കാണിക്കാം. സോ ദാറ്റ് നിങ്ങൾ വാങ്ങിയാലും നിങ്ങൾക്ക് അസംബ്ലിംഗ് എളുപ്പമാവും. So amazing, Vedu. I'm so happy. What is this, Vedu? Vedu nikka Vedu. Vedu എന്ത് ചെയ്യാൻ വേദു? നമ്മളെ സന്തോഷം കൊണ്ട് വേദു സ്കിപ്പിടി ഡാൻസ് ചെയ്യാൻ പറ്റുമോ വേദു? നമുക്ക് ഓരോന്ന് എടുക്കട്ടെ. വെപ്രാളം കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കും? അപ്പൊ അത് ടയേഴ്സ് ആണ് നമ്മൾ ആദ്യമേ എടുക്കാൻ പോകുന്നത്. വേദു തൽക്കാലത്തേക്ക് ഇത് വെച്ചൊന്ന് കളിക്ക്. ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ഡ്യൂറബിൾ പ്ലാസ്റ്റിക് ആണ്. വേദു പറഞ്ഞാലും മനസ്സിലാവുന്നില്ല ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്താന്ന്. വേദു ഞാനിത് എടുക്കാതെ വേദു എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് സംഭവം. വേദുവിന് എങ്ങനെ ഞാൻ ഇത് അസംബ്ലി ഒന്നും അറിയില്ല. വേദുവിനെ സമാധാനിപ്പിച്ച് ഇപ്പൊ കാണാൻ പറ്റില്ല. സീറ്റ് ഒന്നും ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഏത് പിള്ളേരും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ അവരുടെ ഡ്രീം ആയിരിക്കും ഇങ്ങനത്തെ ഒരു സാധനം. ഐ എം ഷുവർ ദിസ് ടോയ് വിൽ ഗിവ് ഹിം ലോട്ട് ഓഫ് ഹാപ്പിനെസ്. നോക്കുന്നില്ല. സീറ്റില്ല മുന്ന, ഷീറ്റില്ല മുന്ന. വേദു ഓൾറെഡി കേറി. ഇതൊരു മറ്റേ CID ന്യൂസിലെ കാർ പോലെ മറ്റേ അടി കൂടെ ഓടേണ്ടി വരും കാലും വെച്ചോണ്ട്. ഓൾറെഡി കേറി ഇരുന്ന് വേദു വേദുവിനെ കൊണ്ട് മാറ്റാതെ ഇത് എനിക്ക് അസംബ്ലി ആയിരിക്കില്ല. അപ്പൊ വേദുവിനെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചു, അല്ലാതെ നടക്കുന്നില്ല. അപ്പൊ ആദ്യം വീൽസ് ഇടണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ആക്ച്വലി കുറെ റിസർച്ച് ചെയ്തിട്ട് ഇത് വാങ്ങിയത്. കാരണം ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു സാധനം നോക്കി വാങ്ങണമല്ലോ. അപ്പോൾ ആദ്യം വീല് നമ്മുടെ ഈ ഭാഗമാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വീലിൽ ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂവും വാഷറൊക്കെ ആ വീലിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് പ്രിയ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണിക്കായിരുന്നു. നമുക്ക് ആദ്യമേ 4 വീലൊന്ന് ഫിറ്റ് ചെയ്യാം. ഈ ഭാഗമാണ് അകത്തേക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ വരും. അങ്ങനെ 4 ടയറും ഫിറ്റ് ചെയ്യാം. ഇത് ഉള്ളിലേക്ക് പോകണം. ഈ പൊങ്ങിയിരിക്കുന്ന ഉള്ളിലേക്ക് പോകണം. ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞ വാഷറും സ്ക്രൂ ഒക്കെ ഇരിക്കുന്നത്. സോ ദാറ്റ് നമ്മൾ മിസ്പ്ലേസ് ചെയ്യില്ലല്ലോ. അവരങ്ങനെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഊരി എടുത്തിട്ട് ഇത് ഉള്ളിലേക്ക് അങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ ഗൈസ് 4 ടയറും വെച്ചു. ഇത് മാക്സിമം ഒന്ന് പ്രസ് ചെയ്തിട്ട് വെറുതെ ഈ വാഷർ ഇടുക. എന്നിട്ട് ഈ സ്ക്രൂ, നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഒന്നും വേണ്ട ഇതിന്, ജസ്റ്റ് എടുത്ത് നന്നായി ടൈറ്റ് ചെയ്താൽ മതി. അടുത്തത് നോക്കാം. ഞാൻ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് അസംബിൾ ചെയ്യാൻ. എനിക്ക് ഓടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. ഓ, ഇത് സ്റ്റെപ്പിനി ടയേഴ്സ് ആണ്, പക്ഷെ ഇതിൻ്റെ അകത്ത് വീൽ ക്യാപ്പ് ഉണ്ട്. ഓ, ഇനി എന്ത് വേണം? അതാ ഒരു ലുക്ക് ഇല്ലല്ലോ അത്. ഞാനും വിചാരിച്ചു എന്താ ക്യാപ്പില്ല. ആ, അടിപൊളി. ഇതെനിക്കത് ജസ്റ്റ് ഇട്ട് ലോക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്തത് നമുക്ക് സീറ്റ് ഫിക്സ് ചെയ്യാം. സീറ്റിൽ ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അത് ഊരാം. ജസ്റ്റ് ഊരി എടുത്തിട്ട് ഇങ്ങനെ 2 സൈഡിലുണ്ട്, അത് 2 ഊരി എടുക്കുക. എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ട്. ഓൾവേസ് വെയർ സീറ്റ് ബെൽറ്റ് വൈൽ ഡ്രൈവിംഗ്. മൈ ഗോഡ്. ഓക്കെ, ജസ്റ്റ് വെക്കുക. ഇനി നമുക്ക് സ്ക്രൂ ചെയ്യാം. അപ്പോൾ അത് വേദുവിനെ അമ്മയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വേദുവിന് മനസ്സിലായിട്ട് ഇവിടെ സംഭവം അത്. അപ്പോൾ ഇനിയിപ്പം ഇത് ഓഫ് റോഡറാണ്. ഞാൻ ആക്ച്വലി കുറച്ച് വലിയ വണ്ടി നോക്കിയെടുത്തത്, കാരണം വേദു കുറച്ച് ടോളാണ്. പിന്നെ ഇങ്ങനത്തെ വലിയ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3-4 years 5 years ഒക്കെ വരെ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് റോൾ ഓവർ കേജ്. ഇതിപ്പോൾ ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല. ശരിക്കുള്ള വണ്ടികളുടെ ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ശരിക്കും റോൾ ഓവർ ആണെങ്കിൽ ഈ ഓപ്പൺ ടോപ്പ് ആയതുകൊണ്ട് അവർ സേഫ്റ്റി പ്രിക്കോഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഒരു ആക്സസറി ആണെങ്കിലും ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. ഇത് ജസ്റ്റ് ഇത് വെച്ച് പ്രസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. വാവ്. വേദു റാഷ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ വേദുവിനെ പ്രൊട്ടക്ട് ചെയ്യാനായത്. സ്റ്റൈലിഷ് വേജു, സ്റ്റൈലിഷ്. അത് പൊടിച്ച് കൈ തരും കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഈ ഇത് ഡോറിന്റെ മുകളിൽ പിടിപ്പിക്കുന്നതാണ്. സെയിം തിങ്. ഞങ്ങൾ കുറച്ച് ടെൻഷൻ അടിച്ചു. ഈ ബോക്സ് തുറന്നപ്പോൾ ഞങ്ങൾ സ്റ്റിയറിങ്ങും റിമോട്ടും കുറച്ച് സാധനങ്ങൾ കണ്ടില്ല. ഞങ്ങൾ വിചാരിച്ചു ഷിപ്പിങ്ങിന്റെ പ്രശ്നമൊന്നും. പക്ഷേ ഇത് ഇതിന്റെ ബോണറ്റിന്റെ അകത്തായിരുന്നു. അപ്പോൾ ഇത് തുറക്കാൻ പറ്റുന്ന ബോണറ്റാണ്. നമുക്ക് അടുത്തത് മെയിൻ സാധനം നമ്മുടെ സ്റ്റിയറിംഗ് പിടിപ്പിക്കാം. സ്റ്റിയറിംഗ് ആദ്യമേ ഈ വയറ് നമ്മൾ ഇതിൽ കൂടെ ഇടുക. ബോണറ്റ് ആദ്യമേ തുറന്ന് വെക്കണം. ഇപ്പോൾ സ്റ്റിയറിംഗ് വണ്ടിയിൽ പണിയുമ്പോൾ ബോണറ്റ് തുറന്ന് വെക്കണമല്ലോ. എൻജിനൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, ബാറ്ററി. എന്നിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഇതിൽ കൂടെ ഇടുക. ഇങ്ങനെ ഇട്ടിട്ട് അപ്പുറത്ത് വലിച്ചിട്ട് സ്റ്റിയറിംഗ് വെറുതെ ഫിക്സ് ചെയ്യുക. വിൻസ്ക്രീനിൻ്റെ സ്ക്രൂ ആണ്, അതും നമ്മൾ ഊരുക. ഇതുപോലെ ഊരിയെടുക്കുക. പിന്നെ ഇത് എനിക്കൊന്ന് ലൈറ്റ് ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. വർക്കിംഗ് ആണോ എന്ന് അറിയില്ല ലൈറ്റ്, പക്ഷെ അത് ജസ്റ്റ് ഇത് ഫിറ്റ് ചെയ്തിട്ട് ഇതുപോലെ 2 സ്ക്രൂ ഉണ്ട്, അതും സ്ക്രൂ ചെയ്യുക. അപ്പോൾ ഗൈസ് ഇത് ലൈറ്റ് ആണോ ഫോണാണോ എന്ന് അറിയില്ല, പക്ഷെ എന്തായാലും കണ്ടിട്ട് ലൈറ്റ് പോലെ ഉണ്ട്. വർക്കില്ലായിരിക്കും, ഒരു സ്റ്റൈലിനായിരിക്കും. ഇതും ജസ്റ്റ് ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത ബാറിൽ വെക്കുക. ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്യുക. അപ്പോൾ ഇത് റെഡി. ഇനി ലാസ്റ്റ് പീസാണ് നമ്മുടെ ഇത്രയും സേഫ്റ്റീസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന പോലെ റിയർ വ്യൂ മിറർ. അതുകൊണ്ട് പക്ഷെ ശരിക്കുള്ള മിറർ അല്ല കേട്ടോ, വെറുതെ ചോദിക്കാണ്. അപ്പോൾ വണ്ടി ഫുൾ സെറ്റായി. ഏകദേശം 1 മണിക്കൂർ എടുത്തു കേട്ടോ. കുറച്ച് പേഷ്യൻസ് വേണം. ഇനി നമുക്ക് ഇത് ചാർജ് ചെയ്യണം. പിന്നെ ഇത് റിമോട്ട്. അപ്പോൾ ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഐ എം സോ എക്സൈറ്റഡ്. വേദുവിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കുന്നു. എന്തായാലും നമുക്ക് വേഗം കൊണ്ട് ചാർജ് ചെയ്യാം. അപ്പോൾ ഗൈസ് കാർ ഫുൾ റെഡി. വേദു ഇനി ചാർജ് സമ്മതിക്കുമെന്ന് അറിയില്ല. അപ്പോൾ വേറെ കുറച്ച് എനിക്ക് അടിപൊളി സംഭവങ്ങൾ ഇഷ്ടമായത്, ഇതിൻ്റെ ബോണറ്റ് ഒക്കെ തുറക്കാം കേട്ടോ. സോ അതൊരു ശരിക്കും ഒരു ഒറിജിനാലിറ്റി വരുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ടാറിൻ്റെ ഒക്കെ ലോക്കിംഗ് സിസ്റ്റം പോലെയാണ്. ഇത് നമുക്ക് ലോക്ക് ചെയ്യാം, ഇങ്ങനെ ലോക്ക് ചെയ്യാം. ഇത് കണ്ട ശരിക്കും ഒരു ചെറിയൊരു താറ് പോലെ ഉണ്ട്. 119 ഞങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ 119 ആണ്. വേദു സീറ്റിലല്ല താഴെ ഇരിക്കുന്നത്. പിന്നെ എനിക്കിത് ഡോറും ഓപ്പൺ ചെയ്യാമെന്നാണ് തോന്നുന്നത്. അകത്ത് ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു.
വാ വേദു ഡോർ ഓപ്പൺ ചെയ്യാം വേദു. അടയ്ക്കണം, വേദുവിനും അടയ്ക്കണം. അപ്പം അടച്ചുതരാം, അടച്ചുതരാം. അതെ, അകത്തുനിന്ന് ഓക്കെ. അപ്പോൾ ഡോറും തുറക്കാം. ഇനി എങ്ങനെയെങ്കിലും ഇതൊന്ന് ചാർജ് ചെയ്യണം. ഗൈസ്, ഒരു രക്ഷയില്ല, വേദു ഇതിന് ഇറങ്ങുന്നില്ല. അപ്പോൾ വേദുവിനെ വെച്ചുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാൻ നോക്കുവാണ്. അല്ലെങ്കിൽ വേദു കരഞ്ഞ് ഒരു രക്ഷയില്ലാതാക്കും. അപ്പോൾ ഇനി ബാക്കി ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സും ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരുന്നതായിരിക്കും. ഗൈസ്, പിന്നെ രണ്ട് കാര്യം ഞാൻ പറയാൻ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിപ്പോയി. ഒന്ന്, ഞാൻ സ്റ്റിയറിംഗിൻ്റെ വയർ കാണിച്ചല്ലോ, അത് ആക്ച്വലി അവിടെ ഒരു മിനിറ്റ് ഇങ്ങോട്ട് പോകാൻ പറയാം. ഇവിടെ ഒരു സോക്കറ്റ് ഉണ്ട്, അതിലേക്കല്ല, സോക്കറ്റിൽ നിന്ന് വരുന്ന വയറിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഇതിൻ്റെ നീട്ടം പോരായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിരിക്കും. പക്ഷേ ഈ സോക്കറ്റിൽ നിന്ന് വരുന്ന വയറാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം, ഫൈനലായിട്ട് ഞാൻ നോക്കിയപ്പോൾ വണ്ടി ചാർജ് കയറിയിട്ടും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബാറ്ററിയുടെ കണക്ഷൻ വിട്ടുകിടക്കുമല്ല, സേഫ്റ്റിക്ക് അവർ വിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് കണക്ട് ചെയ്യണം. ആൻഡ് നമ്മളിത് ചാർജറിൽ കുത്തിക്കഴിഞ്ഞ് ചാർജർ ഗ്രീൻ കളർ കാണിക്കും. ഗ്രീൻ കളറിൻ്റെ അർത്ഥം ഫുൾ ചാർജ് ആണെന്നാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് ഈ ബട്ടൺ അല്ല, ഈ ഒരു സോക്കറ്റ് നേരെ ബാറ്ററിയിലേക്ക് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ വേദുമോൻ ഉറങ്ങുവാണ്. ഞാൻ ആ സമയത്ത് വന്ന് ബാക്കി ഇതിൻ്റെ ചാർജിങ് ഒക്കെ കഴിഞ്ഞു. ബാക്കി കുറച്ച് ചെറിയ ഒന്നും കൂടെ ഒന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. ഇനി വേദു എഴുന്നേക്കാം, അവൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ നമുക്ക് കാണാം. ഐ എം വെരി എക്സൈറ്റഡ് ടു സീ ദാറ്റ് റിയാക്ഷൻ. എന്തായാലും ഐ എം സോ ഹാപ്പി വേദുവിന് ഇത് വാങ്ങിക്കൊടുക്കാൻ പറ്റിയതിൽ. ആൻഡ് ഇതിൽ വേറെയും കുറച്ച് അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. സ്റ്റാർട്ടാവുന്ന തന്നെ നോക്കിക്കോ. ഈ പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു കാർ സ്റ്റാർട്ടാവുന്ന സൗണ്ടാണ്, കണ്ടോ? അടിപൊളി സൗണ്ടാണ്. ഡാഷ്ബോർഡൊക്കെ ഇലുമിനേറ്റഡ് ആണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റീരിയോ സിസ്റ്റം വരെ ഉണ്ട് ഈ കാറിന്. ഇവിടെ നമുക്ക് USB-യിൽ പാട്ട് പ്ലേ ചെയ്യാം. അതല്ലാതെ ഓക്സ് വഴിയാണെങ്കിൽ ഓക്സ് വഴി കൊടുക്കാം. അതല്ലാതെ ഇതിൽ കുറച്ച് ബിൽഡിൻ ആയിട്ടുള്ള സോങ്സും സ്റ്റോറീസൊക്കെ ഉണ്ട്. സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ 2 മോഡ്സ് ആണുള്ളത്. അത് റെഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ തന്നെ ഇരുന്ന് റോക്ക് ചെയ്യും, ഓടത്തില്ല, റോക്ക് ചെയ്യും. ആൻഡ് ഈ ഗ്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പിള്ളേർക്ക് പെഡൽ വഴി ആക്സിലറേറ്റർ ചെയ്ത് പോവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റിമോട്ട് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ കാറ്. അപ്പോൾ ഇനി ഞാൻ റിമോട്ടിൻ്റെ ഫങ്ഷൻസും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് റിമോട്ട്. ഇത് വെച്ച് നമുക്ക് കാറ് കൺട്രോൾ ചെയ്യാം. ഇത് ഫ്രണ്ട്, ബാക്ക്. എസ് എന്ന് പറയുന്ന സ്പീഡാണ്. ഇപ്പം നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ് കത്തിയ സ്ലോ, 2 എണ്ണം കത്തിയ മീഡിയം, ഏറ്റവും 3 എണ്ണം കത്തിയ ഫാസ്റ്റ്. അത് പിന്നെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ് എന്ന് പറഞ്ഞാൽ പാർക്കിംഗ്. പിന്നെ സൈഡിലേക്ക് തിരിയാനുള്ള 2 ബട്ടൺ. എം ആണ് നമ്മൾ വണ്ടിയിൽ ഈ റിമോട്ടും വണ്ടിയായിട്ട് ഒന്ന് സിങ്ക് ചെയ്യുന്നത്. സിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ റിമോട്ടും ഈ വണ്ടിയായിട്ട് നമ്മൾ ആദ്യമേ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ വണ്ടി ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ എം എന്ന് പറയുന്നത് 15 സെക്കൻഡ് പ്രസ് ചെയ്യുക, എന്നിട്ട് വണ്ടി ഓൺ ചെയ്യുക. ഇത് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ വണ്ടി ഓൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ റിമോട്ട് ഈ കാറിലേക്ക് കണക്റ്റഡ് ആവും. പിന്നെ ഹെഡ്ലൈറ്റ്സ് വേറെ ഉണ്ട് ഇതിൽ. ഇനി വേറെ എന്ത് വേണം? ഗൈസ്, വേദു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ജീപ്പിലേക്ക് വരിക. വേദുവിന് ഓൺ ചെയ്യാൻ പോവാണ്. വേദു ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്ക്. വേദു ഇത് പ്രസ് ചെയ്യ്, ഇത് പ്രസ് ചെയ്യ്, ഇത് യാ പ്രസ്. യെസ്, കം ഓൺ. വേദു കാർ സ്റ്റാർട്ട് ചെയ്യുന്നു. വേദു എങ്ങനെയുണ്ട്? വേദു ഹാപ്പിയാണോ? ആണ്. അതാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നത്. കണ്ട. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് റിമോട്ടിലൊക്കെ ഓടിച്ച് നമുക്ക് എല്ലാരെയും കാണിക്കാം കേട്ടാ. ബൈ പറ. ബൈ ബൈ. ഉമ്മ കൊടുക്കോ കാറിന്? ഉമ്മ കൊടുക്കോ? ഇവിടെ ഉമ്മ കൊടുക്കോ കാറിന്? നൈസ് കാറല്ലേ? ഗുഡ് ബോയ് കേട്ടോ. അത്ര ഇഷ്ടമായി വേദുവിന്. എന്നാലും ഉമ്മ തരുള്ളൂ. വേദു കാറിൽ കയറുന്നതിന് മുമ്പ് കൂളിംഗ് ഗ്ലാസ് വെക്കണേ. എന്നാ തന്നെ ഡോർ തുറന്ന് കയറും വേദു. വേദു സ്റ്റൈൽ കാണിക്കും. വേദു സ്റ്റൈൽ എല്ലാം നമ്മൾ എന്ത് ചെയ്താലും സ്റ്റൈലിഷ് ആയിരിക്കണം. വേദു അപ്പൊ ഒന്ന് ഇറങ്ങി ചെക്കൊക്കെ ചെയ്തു. കാറ് തിരിച്ച് കയറുവാണ്. വേദു ഡോർ അടച്ചാലേ അപ്പയ്ക്ക് കാർ ഓടിക്കാൻ പറ്റുള്ളൂ.
ഗുഡ് ബോയ്. ഇത് പക്ഷേ ഉള്ളി പ്രോബ്ലം, വെളിയിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല, അകത്തുനിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്യണം. അപ്പൊ നോക്കിക്കാണ് വേദു. 1 2 ഹാപ്പിയാണോ വേദു? വേദു കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാർ ഓഫ് ചെയ്ത്, വേദു ഇഷ്ടമാട്ടോ, വെറുതെ കാറിൽ നിന്ന് ഇറങ്ങും, കയറും, ഡോർ അടയ്ക്കും, സ്റ്റാർട്ട് ചെയ്യും, മ്യൂസിക് ഇടും. വേദുവിന് അതും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. വേദു ഈ കാറായിട്ട് കുറേ നേരം കളിച്ചോളും. എങ്ങനെയാ വേദു കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓൺ ചെയ്ത അകത്ത് കയറി നോക്കട്ടെ. ശരിക്കും എനിക്ക് തോന്നുന്നു ഇന്റലക്ച്വലി ഓൾസോ ദിസ് ഇസ് ഹെൽപ്പിംഗ് വേദു അ ലോട്ട്. ഈ സിസ്റ്റം മനസ്സിലാക്കുന്നില്ല എങ്ങനെയാണ്. കയറുക, ഡോർ അടയ്ക്കുക, കണ്ട സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റാർട്ടായി. ഇറങ്ങുമ്പോൾ ഓഫ് ചെയ്യുക, ഓഫ് ചെയ്തു. ഇനി വേദു ഇറങ്ങിക്കോ. എങ്ങനെയാ ഇറങ്ങുന്നത്? കണ്ട ഡോർ തുറക്കുക, ഇറങ്ങുക, ഇനി ഡോർ അടയ്ക്കുക. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഹൈഫൈ. എല്ലാം പഠിച്ചോണ്ട് ഹൈഫൈ. യാ. പിന്നെ എനിക്ക് വേറൊരു ഇംപ്രഷൻ തോന്നിയത്, ഇതിൻ്റെ ഓണറായിട്ട് സംസാരിച്ചപ്പോൾ ഇവർ ഹോൾ സ്കെയിലായിട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇവർ ഓൾ ഇന്ത്യയിലേക്ക് വേണ്ടിയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല റേറ്റ്സ് തരാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഒരു പാർട്ട്ണറായിട്ടാണ് ഞാൻ സംസാരിച്ചത്. പുള്ളിയുടെ പേരെനിക്കറിയില്ല. പുള്ളി പറഞ്ഞത് പുള്ളി ഒരു ടീച്ചറാണ്. സോ ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് ഐ ജെന്യുവൻലി ഫെൽറ്റ് ഹിസ് പാഷൻ ഫോർ പ്ലീസിങ്, മേക്കിംഗ് കിഡ്സ് ഹാപ്പി. ഒരു ടീച്ചറും കൂടെ വെക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ വിശ്വാസം വന്നു. അതാണ് ഒരു മെയിൻ റീസൺ ഞാൻ ഈ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട്. This was one of the best decision we ever made. I think so it's going to give him lots of happy memories and even us. ഇത് ഞാൻ ഇനിയിപ്പോൾ ഡീറ്റെയിൽസ് ഒരുപാട് പേര് ഞങ്ങൾ ചോദിക്കും, അതുകൊണ്ട് പറയാണ്. ഇത് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തായിരുന്നു. ഫസ്റ്റ് ക്രൈയിൽ, ലുലു മോൾ, ഒരുപാട് സ്ഥലത്തൊക്കെ നോക്കി. പക്ഷെ അവിടെ എവിടെയും എനിക്ക് കുറച്ച് റേറ്റ്സും കൂടുതലായി തോന്നി. അതുമാത്രമല്ല എനിക്ക് വാറണ്ടി ഇല്ല എന്ന് പറഞ്ഞു. ഒരിടത്തും വാറണ്ടി ഇല്ല. അങ്ങനെ ഞാൻ പിന്നെ അന്വേഷിച്ച്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് ഏതോ ഞങ്ങളൊരു എപ്പിസോഡിൽ പറഞ്ഞത് വേദുവിന് കാർ വാങ്ങിക്കൊടുക്കുന്നത്. അങ്ങനെയാണ് അവർ മെസ്സേജ് ചെയ്തത്. ഇത് റിവൈൻ ടോയ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ നമ്പറാണ്. പിന്നെ അന്വേഷിച്ച് വന്നപ്പോൾ അവർ വേറെ, ഞാൻ ഫേസ്ബുക്കിലൊക്കെ കുറച്ച് വീഡിയോസ് കണ്ടു. ഇപ്പോൾ 2 വർഷമായിട്ടൊക്കെ കാർ ഉപയോഗിക്കുന്നവരുടെയൊക്കെ വീഡിയോസും അതൊക്കെ കണ്ടു. അപ്പം തന്നെ എനിക്ക് കുറച്ച് വിശ്വാസമായി. പിന്നെ അവരുടെ സംസാരിച്ചു, റേറ്റ്സ് അയച്ചു വന്നു. റേറ്റ് വെരി റീസണബിൾ. കാറൊക്കെ ഉണ്ട്, കാറും ഉണ്ട്. കാർ കുറച്ചും കൂടെ റേറ്റ് കുറവാണ്, കാറിന് കുറച്ചും കൂടെ റേറ്റ് കുറവാണ്. അപ്പോൾ വേദു ഇടയ്ക്ക് ഓടിപ്പോയി. അപ്പോൾ കാറിന് കുറച്ചും കൂടെ റേറ്റ്സ് കുറവാണ്, ബൈക്കിന് പിന്നെയും റേറ്റ്സ് കുറവാണ്. പക്ഷേ ഐ ഫീൽ വെദർ ഇറ്റ്സ് എ ബോയ് ഓർ എ ഗേൾ, ദിസ് ഇസ് എ റിയലി ഗുഡ് ഇൻവെസ്റ്റ്മെന്റ്. കാരണം 1 വർഷം 1.5 വർഷത്തേക്ക് അവർ ഹാപ്പി ആയിട്ട് ഉപയോഗിക്കാം. ഇത് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 25-30 കിലോ വരെ ഉപയോഗിക്കാം. സോ അറൌണ്ട് 3.5-4 ഇയേഴ്സ് വരെ ഉപയോഗിക്കാം. സ്റ്റാർട്ടിങ് ഫ്രം ഒരു 20 months വരെ ഉപയോഗിക്കാം. ആൻഡ് ഇതിന് മെയിൻ ആയിട്ട് ഞാൻ അതിന്റെ സെല്ലറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും വാറണ്ടി ഇല്ല, ഒരു പ്രോഡക്റ്റിന് വാറണ്ടി ഇല്ല, ഇതൊക്കെ ചൈനീസ് മെയ്ഡ് തന്നെയാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി നല്ല പ്ലാസ്റ്റിക് ആണ്. എനിക്ക് ആകെ കൂടെ ഒരു പ്രശ്നം തോന്നിയത് ഈ ഒരു മോഡലിന് മാത്രം ഇവിടെ ഇത് കിടന്ന് ആടുന്നുണ്ട്. സോ ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഡോർ കുഴപ്പമില്ല. ഈ ഒരു ഫിറ്റിംഗ് ഇസ് വെരി ലൂസ്. പക്ഷെ അത് കുഴപ്പമില്ല, കൂടിയാലും കുഴപ്പമില്ല. അത് ഈ മോഡലിന് മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ. ബാക്കിയുള്ള മോഡൽസിനൊക്കെ ഇത് either ഫിക്സ്ഡ് ആണ് അല്ലെങ്കിൽ ഇതില്ല. അപ്പൊ അത് വലിയ വിഷയമല്ല. പക്ഷെ ഇതിലെ മ്യൂസിക് സിസ്റ്റം ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ടാണ് ഇടാത്തത്. നമുക്ക് പെൻഡ്രൈവ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലൗഡായിട്ട് മ്യൂസിക് കേൾക്കാം. ഇതിൽ വെറുതെ ഇരുന്ന പാട്ടും കേൾക്കും. അത് നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല സൗണ്ടാണ്. വെറുതെ മറ്റേ നമ്മൾ ചെറിയ റിവേഴ്സ് ഈ ടോയ്സിന്റെ സൗണ്ട് അല്ല, പ്രോപ്പർ നല്ലൊരു സൗണ്ടാണ്. ആൻഡ് ദാറ്റ് ഇസ് റിയലി നൈസ്. പിന്നെ ഹോൺ ഉണ്ട്, അങ്ങനത്തെ കുറെ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് ഓവറോൾ ബിൽഡ് ക്വാളിറ്റി ഓൾസോ ഐ ഫൗണ്ട് ഇറ്റ് റിയലി ഗുഡ്. അത്യാവശ്യം സ്പീഡ് ഉണ്ട്. പിന്നെ നമുക്ക് റിമോട്ടിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. വേദനും സ്വന്തമായിട്ട് ഓടിക്കാൻ പറ്റും കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഐ ഫൗണ്ട് ഇറ്റ് റിയലി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ടോയ്സ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു, നിങ്ങൾ കാർ വാങ്ങി എവിടെ നിന്നാണ് കാർ വാങ്ങണേന്നൊക്കെ. സോ ഐ വുഡ് ജെന്യുവൻലി സജസ്റ്റ് റിവൈൻ ടോയ്സ്. ആൻഡ് ഐ ഫീൽ ദി ആർ റിയലി ഗുഡ്. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. ഓൺലി തിങ്, കോൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ എപ്പോഴും ബിസി ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോഴേ എടുക്കുകയുള്ളൂ. ബിക്കോസ് ഒരുപാട് കോൾസ് അവർക്ക് വരുന്നുണ്ട്. ആൻഡ് വാട്സാപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, സോ ദാറ്റ് ദേ വിൽ റെസ്പോണ്ട് അക്കോർഡിംഗ് ടു ദ കൺവീനിയൻസ്. സോ ഐ ഫീൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ് വി എവർ മേഡ്. വി ലവ് ദിസ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്കും ഒരുപാട് ഹാപ്പി മെമ്മറീസ് ഇനി ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്കും ഒരുപാട് ഹാപ്പി മെമ്മറീസ് നിങ്ങളുടെ കൊച്ചായിട്ട് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഇത് വളരെ 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 സന്തോഷം തരുന്ന ഒരു അൺബോക്സിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ലൈഫിലും ഇനി ഒരുപാട് സന്തോഷങ്ങൾ തരും. അപ്പോൾ ഗൈസ്, ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വ്ലോഗ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വേദൂസ് ഹാപ്പിനെസ്. ടു ഓൾവേസ് സ്റ്റേ ഹാപ്പി.